മോഷണക്കേസിൽ പൂജാരി ക്ഷേത്രത്തിൽ നിന്ന് ആളുമാറി പോലീസ് കസ്റ്റഡിയിലെടുത്തതായി പരാതി. പത്തനംതിട്ട കോന്നി മുരുകമംഗലം ക്ഷേത്രത്തിലെ പൂജാരി വിഷ്ണുവിനെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്തത്. ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിലിരുത്തിയ ശേഷം ആളുമാറിയെന്ന് മനസ്സിലായതോടെ പോലീസ് വിഷ്ണുവിനെ വിട്ടയക്കുകയാണ്. ചൊവ്വാഴ്ച ദീപാരാധനയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെത്തി കീഴ്ശാന്തിയായ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആളുമാറിയെന്ന് ബോധ്യപ്പെട്ടതോടെ ബുധനാഴ്ച ഉച്ചയോടെ വിട്ടയച്ചു. ഒരു മാസം മുൻപ് കൊല്ലം പൂതക്കാട് ദേവി ക്ഷേത്രത്തിലെ വിളക്കുകളടക്കം മോഷണം പോയതിൽ ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകിയിരുന്നു. ഈ പരാതിക്കൊപ്പം മോഷണം നടത്തിയ ആളുമായി സാദൃശ്യമുണ്ടെന്ന തരത്തിൽ വിഷ്ണുവിന്റെ ഫോട്ടോയും ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് നൽകി. ദേവസ്വം ബോർഡിലെ താൽക്കാലിക കീഴ്ശാന്തിക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച ഫോട്ടോയാണ് പോലീസിന് ക്ഷേത്രം ഭാരവാഹികൾ നൽകിയത്. ഈ ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് വിഷ്ണുവിനെ തേടി പോലീസ് എത്തിയത്. എന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു സംശയത്തിന്റെ പേരില ഒരു മോഷണ ശ്രമത്തിന് നിങ്ങളൊന്ന് ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവിടുത്തെ കമ്മിറ്റിക്കാർ കൊടുത്ത ഫോട്ടോസ് മൊത്തം എൻ്റെ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നതിന് ശേഷം കമ്മിറ്റിക്കാരാ പറഞ്ഞത് ഈ ആളല്ല, അവർക്ക് ആള് മാറിപ്പോയി. വിഷ്ണുവുമായി ഒരു ബന്ധവുമില്ലെന്ന പൂതക്കാട് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞതോടെയാണ് അബദ്ധം തിരിച്ചറിഞ്ഞ പോലീസ് ഇദ്ദേഹത്തെ വിട്ടയച്ചത്. പൂജ നടക്കാനിരിക്കെ കീഴ്ശാന്തിയെ കൊണ്ടുപോയത് ചടങ്ങുകളെ ബാധിച്ചതായി മുരിങ്ങമംഗലം ക്ഷേത്രം ഭാരവാഹികൾ. ഈ 7:30 അത്താഴപ്പൂജ കഴിഞ്ഞ് ഞാൻ വന്നാൽ മതിയെന്നും ഇദ്ദേഹം ചോദിച്ചിരുന്നു. പക്ഷെ അതിനു മുമ്പ് ആ പൂജയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഈ അത്താഴപൂജ നടത്താനൊക്കെ കുറേ താമസം വന്നു. അങ്ങനെ അമ്പലത്തിന്റെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുരിങ്ങമംഗലം ക്ഷേത്രം ഉപദേശക സമിതി സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. 24 പത്തനംതിട്ട.